ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഞാനിന്ന് മറ്റൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് അപ്പർച്ചറിനെ കുറിച്ച് സംസാരിച്ചു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പർച്ചറും ഷട്ടർ സ്പീഡും ISO-ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഒരു ചിത്രം നമ്മൾ ചിത്രീകരിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ലൈറ്റിനെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഷട്ടർ സ്പീഡാണ്. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ടൈമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷട്ടർ സ്പീഡ് ഞാൻ ഇന്ന് ഒരു SLR ക്യാമറയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിൽക്കുന്നത്. SLR ക്യാമറയിൽ ഇച്ചിരി കൂടി നന്നായിട്ട് ഇതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നറിയാം. ഇത് FM2 ഒരു ക്യാമറയാണ്. ഇത് എൻ്റെ കയ്യിൽ ഇരുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ പഠിച്ചൊരു ക്യാമറയാണ്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ നിങ്ങളോടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്ന ലൈറ്റ് ഷട്ടർ തുറന്നടച്ച് ലൈറ്റിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ സെൻസറിലേക്ക് ഫിലിമിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ്. അത് ക്യാമറയിലാണ് ഇൻബിൽറ്റ് ഇത് ആ മെക്കാനിസം ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു SLR ക്യാമറയാണ്. അത് നിങ്ങൾ കണ്ടു, ഇത് ഒരു SLR ക്യാമറയാണ്. കണ്ടോ, ഇത് വളരെ ഫാസ്റ്റായിട്ട് അടിച്ച് പോകുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു മിററുണ്ട്. ഈ മിററിലാണ് ലെൻസിലൂടെ വരുന്ന ലൈറ്റ് ഈ മിററിൽ പതിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെക്ക് ഈ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. സോ ഈ മിറർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മിറർ മേളിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ കിടക്കുന്ന ഒരു സാധനം കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നത് തൊട്ടടിയിൽ തന്നെ ഒരു ഷട്ടറുണ്ട്. തിരിച്ച് കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് ഷട്ടർ എന്ന് പറയുന്നത്. ഈ ഷട്ടർ തുറന്നടഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് ലൈറ്റ് അകത്തേക്ക് കയറുന്നത്. സോ നമ്മുടെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയിലുള്ളൊരു മെക്കാനിസമാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് SLR ക്യാമറയാണ്. ഇതിൻ്റെ ഷട്ടർ സ്പീഡ് വരുന്നത് ബൾബ് മുതൽ 1, 2, 3, അതായത് ഒരു സെക്കൻഡിനെ 1/, അതായത് ഒരു സെക്കൻഡിൽ ഇത് 1 എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1:1, അതായത് ഒരു സെക്കൻഡിൻ്റെ ഒരു സെക്കൻഡ് ഡിവൈഡ് ബൈ 1, 2 ആണെങ്കിൽ 1/2. അങ്ങനെ ഇത് 4000 ഷട്ടർ സ്പീഡ് വരെയുണ്ട്. അതായത് ഒരു സെക്കൻഡിനെ ഡിവൈഡ് ചെയ്ത് 4000 ഷട്ടർ സ്പീഡിൽ ഇത് അടിച്ച് ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് അടഞ്ഞു പോകാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. സോ അത് വളരെ സിമ്പിളാണ്. ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ലൈറ്റിൻ്റെ, അതായത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഷട്ടർ സ്പീഡും അപ്പർച്ചറും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ക്യാമറയുടെ ഈ ഭാഗത്താണ് നമ്മളിങ്ങനെ ഫിലിം ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷട്ടർ തുറന്നടഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഇതിലേക്ക് ലൈറ്റ് പതിക്കുന്നു, ഫിലിമിനായിട്ട് ലൈറ്റ് പതിക്കുന്നു. പിന്നീട് നമ്മൾ ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിലിം ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ലൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ലൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡ് കുറവിലേക്ക് വരണം. അതായത് 1/1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1, 2 എന്ന് പറയുന്ന ഓപ്ഷനിലേക്കൊക്കെ പോകണം. പിന്നെ ഒരു പ്രത്യേക കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60-ന് താഴോട്ടുള്ള ഷട്ടർ സ്പീഡ് നമ്മൾ പോകുന്നെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈപോഡ് യൂസ് ചെയ്ത് പടം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയ്ക്ക് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പതിയുന്ന ഫോട്ടോസ് ഷെയ്ക്കായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതുകൂടി ഒന്ന് ഓർക്കുക. നമ്മൾ ട്രൈപോഡ് 60-ന് താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ ട്രൈപോഡ് യൂസ് ചെയ്യുന്ന ആണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും എന്ന് കരുതുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. ഇനി ഞാനിത് പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. ഇനി മറ്റെന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.